Assalamu alaikum. Welcome to our online classroom. Today we are going to discuss the short story Matchbox by Ashapurna Devi. In our previous class, we also just introduced the story, isn't it? I know that you are eagerly waiting for what will happen, Nomida and Ajit. So let us start. Go through this text. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അജിത്തും നൊമിതയും നമ്മളൊരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അതിൽ അവർ തമ്മിലൊരു ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നൊമിതയ്ക്ക് ഒരു ലെറ്റർ വന്നിരുന്നു. ആ ലെറ്റർ അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ക്രംബിൾ ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കാണപ്പെട്ടു. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തൊരു ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ ടെക്സ്റ്റ്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് സ്പീച്ച്. The good woman has once again placed on the record of the news of her various hardship and complaints getting worse. Misfortune upon misfortune. The ceiling of the room is cracked and the rainwater falls through the ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of the collapsed roof. Of course, she does not dread the eventuality. Her daughter is a queen, her son-in-law high-minded, large-hearted, therefore, etc., etc. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ലെറ്റർ നൊമിതയുടെ അമ്മ എഴുതിയൊരു ലെറ്ററാണ് അല്ലേ. അപ്പോൾ ഇതിൽ സാധാരണത്തെ പോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് കംപ്ലയിൻറ്റ്സും കാര്യങ്ങളാണ് അമ്മ എഴുതിയിട്ടുള്ളത്. അപ്പം അമ്മയുടെ റൂമിൻ്റെ സീലിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രാക്ക് ചെയ്തിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. അത് കാരണം തന്നെ റെയിൻ വാട്ടർ, മഴവെള്ളമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വീടിനകത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ്ലി റെമഡി, ഒരു പരിഹാരം സൂചിപ്പിച്ചില്ലെങ്കിൽ എന്താവും, റെയിൻ വാട്ടറൊക്കെ വന്ന് ഉള്ളിലേക്ക് വന്നതുപോലെ തന്നെ മേൽക്കൂരയൊക്കെ തകർന്നിട്ട് അടിയിൽപ്പെട്ട് മരിച്ചു പോവാർ, അമ്മ മരിച്ചു പോകുന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലെറ്ററിൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് മരിച്ചു പോകും, പക്ഷെ അവർക്ക് മരണത്തെ ഒന്നും എന്തില്ല, ഒരു പേടിയില്ല. കാരണം അവരുടെ മകളൊരു ക്യൂനും സണ്ണിലുള്ള ഒരു ഹൈ-മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ്, ദെർഫോർ എക്സെട്ര എക്സെട്ര. തൻ്റെ മരുമകനാണെങ്കിൽ മഹാമനസ്കനും വിശാല ഹൃദയമുള്ളവനുമാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെറ്റർ കാണുമ്പോഴേ അറിയുന്നത് അമ്മ മകളെ വിളിച്ച്, അല്ലെങ്കിൽ ആ മകൾക്ക് ഒരു ലെറ്ററിലൂടെ കംപ്ലൈൻ്റൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, മകളെ സോപ്പിട്ട് കാര്യം നേടുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ലെറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വരാറുമുണ്ട്. Next paragraph. An indignant widow without husband or son. She was successful in consigning her daughter to a wealthy family's house on the strength of looks alone. But the good lady has never stopped talking credit. At the slightest opportunity for her skill in the matter, and she has been finding such opportunities all along. Whenever Ajit sees a new letter from Nomida's mother, he smiles derisively and says, "Why bother to read that? I will go and fill out a money order form." നൊമിതയുടെ അമ്മ ഒരു വിധവയാണ്, ഒരു വിഡോയാണ്, വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ. ആമക്കളോ അല്ലെങ്കിൽ മക്കളോ ഒന്നുമില്ല. അപ്പോൾ നൊമിതയാണ് ആ ഒരു പണമുള്ള ഒരു കുടുംബത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഷി വാസ് സക്സസ്ഫുൾ ടു കൺസൈനിങ് ഹെർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലി. ഒരു വെൽത്തി ഫാമിലിയിലേക്ക് തൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് വളരെ സ്ട്രെങ്ത്തായിട്ട്, വളരെ ക്രെഡിറ്റായിട്ട്, വളരെ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുകയാണ് ഈ അമ്മ. അപ്പോൾ എപ്പോഴൊക്കെ ഒരു അവസരം കിട്ടും ആ സമയത്തൊക്കെ എന്ത് ചെയ്യും, ഈ കാര്യം ഒരു ക്രെഡിറ്റായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. ഒരു പലപ്പോഴും എന്ത് ചെയ്യും, നൊമിതയിൽ നിന്ന് ആൻഡ് ഷീ ഹാസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ അലോങ്. എപ്പോഴും എന്ത് ചെയ്യും, നൊമിതയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. whenever Ajit sees a new letter from Nomida's mother. അപ്പോൾ അമ്മയുടെ ലെറ്റർ എപ്പോഴെങ്കിലും അജിത്ത് കാണുകയാണെങ്കിൽ അജിത്ത് ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പരിഹസിത്തോടെ, ഡെറിസീവ്ലി എന്ന് പറഞ്ഞാൽ പരിഹസിച്ചുകൊണ്ട് പറയുന്നത്, എന്തിനാണ് ആ ലെറ്ററൊക്കെ വായിക്കാൻ നിൽക്കുന്നത്, ഞാൻ പോയിട്ടൊരു മണി ഓർഡർ ഫോം ഫില്ല് ചെയ്ത് വായിച്ചാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. നമിതാസ് ഹെഡ് ഹാങ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ഇൻസൾട്ട് ഓഫ് ഇറ്റ്. അപ്പം നമിതക്ക് വളരെയധികം എന്ത് ചെയ്തു, സങ്കടവും നാണക്കേടൊക്കെ തോന്നി ഈ ഒരു ഇൻസൾട്ട് കേട്ടിട്ട്. So sometimes ago, out of the anger and grief, സങ്കടവും ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, നമിത forbade her mother from writing to her own postcard. അപ്പോൾ സങ്കടവും ദേഷ്യം കൊണ്ട് പോസ്റ്റ് കാർഡിൽ ഇനിയൊരു എഴുത്ത് എനിക്ക് എഴുതരുത് എന്ന് അവരുടെ അമ്മയ്ക്കൊരു കത്തെഴുതി. She thought that from then on she would try to send her a little money, whatever she could pull together in secret. So this was what came of letter in envelope 2. Suddenly, Nomida's flames to anger at her mother. Why does she keep on begging like this? Won't she let Nomida keep her self-respect, her dignity? No, this time she will write and tell her mother clearly, I can't do any more. Don't hope from anything from me.
അപ്പോൾ അപ്പോഴേക്കും എന്ത് ചെയ്യണേ, ഈ ഒരു ലെറ്ററിൽ ഇത്രയും ഒരു പോസ്റ്റ് കാർഡൊന്നും ഇനി അയക്കരുതെന്ന് പറയാൻ കാരണം അവൾക്ക് അയക്കുന്ന ലെറ്ററൊക്കെ ആരെങ്കിലുമൊക്കെ വായിക്കും. മാത്രമല്ല സീക്രട്ടായിട്ട് ആരും അറിയാതെ കുറച്ച് ക്യാഷൊക്കെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. വീണ്ടും അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. എന്തിനായിരിക്കും അമ്മ എപ്പോഴും എന്നോട് ഇങ്ങനെ യാചിച്ചു കൊണ്ടേയിരിക്കുന്നത്? പെട്ടെന്ന് നമിതയ്ക്ക് വീണ്ടും ദേഷ്യം വന്നുകൊണ്ട് പറയണേ, അമ്മ എന്തുകൊണ്ടായിരിക്കും അവളുടെ സ്വന്തം റെസ്പെക്റ്റും അല്ലെങ്കിൽ എൻ്റെ ഡിഗ്നിറ്റിയും സെൽഫ് റെസ്പെക്റ്റും ഒന്നും കാത്തു സൂക്ഷിക്കാൻ അനുവദിക്കാത്ത ഇരിക്കുന്നത്? അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ എന്ത് ചെയ്യണേ, ഇനി ഒരിക്കലും എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്ത് എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. The next paragraph. Right then, Ajit steps into the room after finishing his leisurely Sunday bath. Namita's sharp indignation at the insult simmering all this while seems to want to dash itself violently against him. Namita roars out, "When did this letter arrive?" Ajit glances at her obliquely, estimating the magnitude of this error. Another handful of cash for this, he had thought, and decided not to give the letter to Namita. He was going to tear up and throw it away. He made a big mistake. Not that Ajit is going to feel abashed about that. ഇപ്പോൾ നമ്മുടെ അജിത്ത് ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലേ? അപ്പോൾ അജിത്തിൻ്റെ ഒരു ലേഷ്യർലി പാത്ത് ഞായറാഴ്ചയിൽ ഒരുപാട് സമയമെടുത്തുള്ള കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്രയും നേരം ദേഷ്യം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ നൊമിത. അപ്പോൾ നൊമിതയായിട്ടുള്ള ദേഷ്യം മുഴുവൻ ആരുടെ നേർക്ക് തീർക്കുകയാണ്? നമ്മുടെ അജിത്തിൻ്റെ നേർക്ക് തീർക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, "When did this letter arrive?" നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ലെറ്റർ കിട്ടിയതെന്ന് വളരെ ദേഷ്യത്തോടെ അജിത്തിനോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് അജിത്ത് ഗ്ലാൻസസ് ഒബ്ലിക്കലി ചെരിഞ്ഞുകൊണ്ടൊന്ന് നോക്കിയിട്ട് അപ്പോഴാണ് ഇത്രയും ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയെന്ന് ആലോചിക്കുന്നത്. Another handful of cash for this has taught and decided not to give the letter to Namita, and she was going to tear and throw it away. അപ്പോൾ അജിത്ത് വിചാരിച്ചിരുന്നത് ലെറ്റർ കണ്ടപ്പോഴേ എന്ത് ചെയ്തു, ക്യാഷ് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ എന്ന് വിചാരിച്ചത്, അത് വലിച്ചെറിയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് അത് അറിയാതെ എന്ത് ചെയ്തു, പോക്കറ്റിൽ തന്നെ എടുത്ത് വെക്കാനുണ്ടായത്. അത് വലിയ മിസ്റ്റേക്കായിട്ട് പറ്റിയിട്ടുണ്ട്. And not that Ajit is going to feel abashed about that. As though trying too hard to remember, he says, "Letter? What letter? Oh, yes, indeed. There was a letter from your mother. I hadn't got around to giving to you." Why hadn't got around to it? Why? Answer me. Why had not you go around to it? What a nuisance. Aj says, "I would forgotten. Why else?" Liar. Namita hisses like a snake. Why are you saying whatever comes in your mouth? Don't people forget? No, they don't. Why did you open my letter? This charge I just tried to scatter to the winds. What, I opened my own wife's letter? Be quiet, I tell you. For what reason should you open my letter? Haven't I told you 1,000 times not to? Ajit doesn't fear Namita's anger. He fears a row, and so he smiles an affected smile and says, "If you are forbidding it, then it's a definite something. Shouldn't I make sure that no passing you love letter in secret? Stop it. What a common vulgar man you are." After this, it's not possible for Ajit to smile. It's a fake smile any longer. ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പോഴേ ഇവർ തമ്മിലുള്ള ആ ഒരു തമ്മിൽ നടക്കുന്ന ഒരു കോറൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്രയും ദേഷ്യം, നമിതയ്ക്ക് എത്രത്തോളം ദേഷ്യമുണ്ട് അത് അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലേ. നമുക്ക് വായിക്കുമ്പോഴേ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്, അപ്പോൾ ആ ഒരു ലെറ്റർ അല്ലേ, ഓർത്തെടുക്കുന്ന പോലെ യെസ് റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഓർത്തെടുക്കുന്ന പോലെ അജിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്തുകൊണ്ട് പറയണം, ആ ലെറ്റർ ഞാൻ നിനക്ക് തരണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എങ്ങനെയും ഞാനത് മറന്നുപോയി എന്ന് പറയണം. അപ്പോൾ ആ ഒരു ദേഷ്യം കൊണ്ട് എന്താണ്, നിങ്ങൾ നുണ പറയുകയാണെന്ന് പറഞ്ഞിട്ട് എന്താണ്, ഹിസ് ലൈക്ക് എ സ്നേക്ക്, ഒരു പാമ്പ് ചീറ്റുന്നത് പോലെ അല്ലേ, ഹിസസ് ലൈക്ക് എ സ്നേക്ക്, ഒരു പാമ്പ് ചീറ്റുന്ന പോലെ അജിത്തിൻ്റെ നേരെ പോവുകയാണ്. പിന്നെ അവൾ ചോദിക്കുന്നുണ്ടെന്ന്, എന്തിനാണ് നിങ്ങൾ എൻ്റെ എഴുത്ത് എന്ത് ചെയ്തത്, എനിക്ക് വന്ന ആ ലെറ്റർ എന്തിനാണ് ഓപ്പൺ ചെയ്ത് വായിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ പറയണത്, എൻ്റെ വൈഫിന് വന്ന ലെറ്റർ മൈ ഓൺ വൈഫ് ലെറ്റർ അല്ലേ, അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് വായിച്ചൂടാ, എനിക്ക് തുറക്കാനുള്ള അധികാരമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് വന്ന ലെറ്റർ നിങ്ങൾ ഒരിക്കലും ഓപ്പൺ ചെയ്തിരുന്ന 1000 തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴും എന്താണ്, ദേഷ്യത്തോടെ തന്നെയാണ്, ഒരു വളരെയധികം നൊമിതര ആങ്കറാണ് അപ്പോഴും എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അജിത്ത് ഇവിടെ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സബ്ജക്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്, നമുക്ക് സീക്രട്ടായിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, ഒരു ലവ് ലെറ്റർ ഒന്നും കൈമാറില്ല, അല്ലെങ്കിൽ സീക്രട്ടായിട്ട് അങ്ങനെയൊന്നും ലെറ്റർ ഒന്നും വരില്ല എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ദേഷ്യത്തോടെ നമിത ചോദിക്കുന്നുണ്ട്, നിർത്തും നിങ്ങളുടെ ഈ ഒരു വൾഗാറ്റ് അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള ഈ ഒരു സംസാരം നിങ്ങൾ നിർത്തണം എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ വീണ്ടും അജിത്ത് എന്ത് ചെയ്യണം, ഒരു കള്ളച്ചിരിയോട് ആണ് സമീപിക്കുന്നത്. പക്ഷെ അധികം നേരം ആ ഒരു ഫേക്ക് സ്മൈൽ അദ്ദേഹത്തിന് നിലനിർത്താനും കഴിയുന്നില്ല. അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, ദേഷ്യം വരികയാണ്. നെക്സ്റ്റ് പേജ്. Now he too picks up the poison knife. He says, "Is that so? Those who bind day and night and hold out of the palms in their son-in-law. And they are high-class people. A dumb picker, a daughter become a queen, and so." "Shut up," Namita yells. "Their room's on the third floor. That's a blessing. Otherwise, with that scream, everyone would have to come look." "Shut up," Ajit roars out. "What shut up? I will do what I want, what I please." "What will you do? Can you do anything?" അപ്പോൾ ഇവിടെ അജിത്തിനും എന്ത് ചെയ്യാണ്, ദേഷ്യം വന്നിരിക്കണം. അപ്പോൾ അജിത്ത് വളരെ ഒരു പോയ്സൺ നൈഫായിട്ട് വളരെ ആലങ്കാരികമായിട്ട് പറയാണ്, എന്ത് ചെയ്യണേ പറയുന്നുണ്ട്, "എങ്ങനെയാണ് നിൻ്റെ അമ്മ ലെറ്ററിൽ കളിയാക്കിയും കൊണ്ട് പരിഹസിച്ചുകൊണ്ട് പറയണത്, അമ്മ എന്തിനാ കാശിന് വേണ്ടി ഇത്രയധികം ബെഗ് ചെയ്യുന്നത്? അവളുടെ മകൾ വളരെ വളരെ കുലീനരാണ് അല്ലേ, വളരെ ഹൈ ക്ലാസ് പീപ്പിൾ ആണെന്നും എങ്ങനെ ചാണകം വാരുന്ന ഡങ് പിക്കർ ഡോട്ടർ എങ്ങനെയാണ് ഒരു ക്യൂനാവുന്നത്." അപ്പോൾ ലെറ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ, അതിൻ്റെ മുന്നേ ലെറ്ററിൽ എന്താ എഴുതിയിരുന്ന അമ്മ, എൻ്റെ സണ്ണിലാണെങ്കിൽ വളരെ മഹാമനസ്കനും വളരെ കുലീനനുമാണ്, അതുപോലെ തന്നെ എൻ്റെ മകളാണെങ്കിൽ ഒരു രാജകുമാരിയാണെന്നൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ചാണകം വാരുന്ന ഒരാളുടെ മകൾ എങ്ങനെയാണ് ഒരു ക്യൂനാവുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. ഷട്ട് അപ്പ് നോമിത യെൽസ്. അപ്പോൾ നോമിതയ്ക്ക് വളരെ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ റൂം തേർഡ് ഫ്ലോറിലായത് ഇവരുടെ ഭാഗ്യം, അല്ലെങ്കിൽ ഈ ഒരു ബഹളമൊക്കെ എന്ത് ചെയ്യും, താഴേക്ക് കേൾക്കുമായിരുന്നു. "Shut up," Ajit roars out. "What shut up? I will do I want, what I please, what you will, and can do anything." അജിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നൊമിതയോട് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. വളരെ ഉച്ചത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പറയുന്നുണ്ട്, അജിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ പറയും, എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുമെന്ന് അജിത്ത് ഉറക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അതിനെപ്പറ്റി എന്ത് ചെയ്യാൻ കഴിയും എന്ന് അവൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്താ, "ക്യാൻ യു ഡു എനിത്തിങ്?" നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിച്ചിട്ടുണ്ട്. ഐ കാൺ ഡു എനിത്തിങ്, ഓൾമോസ്റ്റ് പാൻറ്റിങ്. നമിത പ്രൊനൗൺസസ് ഈച്ച് വേർഡ് ക്ലിയർലി. "യു വാണ്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്?" ഇപ്പോൾ ചോദിക്കുകയാണെന്ത്, എനിക്കും ചിലതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്, നിനക്കതൊക്കെ കാണണം എന്ന് ചോദിക്കുകയാണ്. And immediately she does something that is astonishing. She grabs Ajit's matchbox that is lying near his cigarette on the table. Whoosh! The lights in matchstick and touches to her sari. Instantly it flares up. The very fine alcohol of wealthy wife's sari. Then very next instant, Ajit have, "You gone mad?" he says, and jumps to her side and grabs burning patch and slaps between his hands and put out the fire. And to tell the truth, now he's a little afraid. He looks fearfully at Namita's face, sees a fire burning there, a bright, blazing red. അപ്പോൾ നമിത എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യണേ, അവിടെ ഇരിക്കുന്ന അജിത്തിൻ്റെ മാച്ച് ബോക്സ് എടുത്തിട്ട് അതിൽ നിന്നൊരു മാച്ച് സ്റ്റിക്ക് എടുത്തിട്ട് അത് തീ കൊളുത്തി അവളുടെ സാരിയിൽ എന്ത് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ സാരി എന്ത് ചെയ്യുന്നു, കത്തിപ്പിടിക്കുകയാണ്. വേഗം തന്നെ അജിത്ത് തൻ്റെ കൈ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, തീയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കേട്ടുന്നത്. "നിനക്ക് ഭ്രാന്താണ്, നിനക്ക് യു ഗോട്ട് എ മാഡ്, നിനക്ക് ഭ്രാന്തായിപ്പോയോ, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ കോമൺ സെൻസ് നഷ്ടപ്പെട്ടോ" എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് പിടിച്ച് ഫയറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കെടുത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ അജിത്ത് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ ഫേസ് എങ്ങനെയാണ്, ഫയർ ബേണിങ് ദ ബ്രൈറ്റ് ബ്ലേസിങ് റെഡ്, തീ ആളി കത്തുന്ന പോലെ അല്ലെങ്കിൽ തീ ജ്വലിക്കുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ഫേസ് റെഡ് കളറായിട്ട് മാറിയിട്ടുണ്ട്. Next, he doesn't have the courage to put out the fire and slap him between his hands. So he tries to pour water on it, and with great difficulty he attempts to speak normally. "You lost all common sense when you get angry, don't you, a woman? And such anger? Oh, who knows that what Omida would have to say next?" But right then, her niece Rini steps into the room. അപ്പോൾ ഇവിടെ അജിത്തിന് തൻ്റെ കൈ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഫയർ കെടുത്താൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ സാരിയിൽ ആക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, "നിനക്ക് നിൻ്റെ എല്ലാ കോമൺ സെൻസും നഷ്ടപ്പെട്ടോ? ഒരു സ്ത്രീക്ക് ഇത്രത്തോളം ദേഷ്യമൊക്കെ വരുമോ എന്ന് ആലോചിച്ച് അദ്ദേഹം അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ നൊമിത എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവളുടെ നീസായിട്ടുള്ള റിനി റൂമിലോട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. "Immediately she says pityingly, so Gurima, how much longer does the washerman have to wait? If you don't want to give him any of your clothes, at least tell him that." For a second or two, Namda is still perhaps recalling the washerman's voice, waiting for her downstairs.
Then she picks up her dirty clothes and started sorting them. She says in calm tone, "Go tell him I'm coming. I'm bringing the clothes." അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റിനി വരുന്നത്. റിനി വന്ന് ചോദിക്കുകയാണ്, വാഷ്മാൻ താഴെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല? നിങ്ങൾക്ക് ഒരു ഡ്രസ്സോ ക്ലോത്ത്സോ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വാഷ്മാനോടൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നൊമിത എന്ത് ചെയ്യുന്നത്, ആ വാഷ്മാൻ്റെ ഫേസ് ഒന്ന് റീകോൾ ചെയ്തെടുക്കുന്നത്. താഴെ ഒരു വാഷ്മാൻ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവളെന്ത് ചെയ്യുന്നുണ്ട്, ഡേർട്ടി ക്ലോത്ത്സൊക്കെ സോർട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് വളരെ കാമായിട്ട് പറയുന്നുണ്ട്, അയാളോട് പറയൂ, "ഗോ ടെൽ ഹിം ഐ ആം കമ്മിങ്." ഞാൻ എന്ത് ചെയ്യാൻ ക്ലോത്ത്സുമായിട്ട് വരുന്നുണ്ടെന്ന് ആ ഒരു വാഷ്മാനോട് പറയൂ എന്ന് പറയുന്നുണ്ട്. നൊമിത സ്പീക്സ് ഹർ മൈൻഡ്. So no one attacks her outright to her face. They only pinch her with the sharp words. Her second sister-in-law is almost exhausted with the work this morning. On seeing her, she puts a twisted smile on her sweat-baked face and says, "Well, that is something. At least you finally decided to come down from upstairs, Papa. There is no good or a bad time for you. You find the smallest excuse to go into your room and get cozy with your husband. Does the love talk never get old?" Namita speaks her mind, and so no one attacks her outright for her voice. നമിത എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ അവളെ നേരിട്ട് ആരും ഉപദ്രവിക്കില്ല. പക്ഷേ എന്ത് ചെയ്യും, അവളെ എല്ലാവരും ടീസ് ചെയ്യും, കളിയാക്കുമായിരുന്നു അല്ലേ. And her second sister-in-law almost exhausted and worked this morning and seeing her. അപ്പം എല്ലാ ജോലിയും കഴിഞ്ഞ് സെക്കൻഡ് സിസ്റ്ററിൽ അവളെ വരുമ്പോൾ കാണാണ്. അപ്പോൾ ചോദിക്കുകയാണെന്ത്, "അറ്റ് ലാസ്റ്റ് നീ ഡിസൈഡഡ് ടു കം അപ്സ്റ്റെയർ, നീ താഴേക്കൊന്ന് വരാൻ തീരുമാനിച്ചില്ല അവസാനമെങ്കിലും" എന്ന് കളിയാക്കി ഇങ്ങോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല സമയം ചീത്ത സമയം എന്നില്ല, എപ്പോഴും എന്ത് ചെയ്യണോ, നീ ഹസ്ബൻഡുമായിട്ട് ഓരോ കോസി ടോക്സുമായിട്ട് അല്ലെങ്കിൽ ലവ് ടോക്കുമായിട്ട് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നിങ്ങളെ റൂമിൽ എന്ന് ചോദിച്ചിട്ട് കളിയാക്കാണ്. നെക്സ്റ്റ് പേജ്. അപ്പോൾ ഇവിടെ നൊമിത എന്ത് ചെയ്യാണ്, ജോലി വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അജിത്തുമായിട്ട് എന്ത് ചെയ്യാണ്, കൊച്ചു വർത്താനം ഇരിക്കുകയാണെന്നാണ് വീട്ടിൽ ബാക്കിയുള്ളവരുടെയൊക്കെ വിചാരം. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് സിസ്റ്ററിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ടീസ് ചെയ്യുന്നുണ്ട്. Namita looks around once to get a sense of the atmosphere. See the hurry-burry of the morning, sees the forest of the people on either side. Her voice must not tremble. So she too smiles a small smile and says in an extremely soft voice, "Oh, it is nothing like that. You should come and peek in sometime. Our talk is all angry talk. Do you know? Major wives, loves, ho, and says, stop it, no wife. Don't cover up the forbidden fish with your pious pining. We haven't been raised a donkey grass. Why, we do not peek in. Why are you showing us right in front of our eyes 24 hours a day?" Namita laughs and laughs that can bring an attractive flush to a white face. After laughing that laugh, she says, "Go on, you say the naughtiest thing." ഇപ്പം നമിത ചുറ്റുമൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ഒരുപാട് പേരുണ്ട്. ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് അല്ലേ. അപ്പോൾ അവളുടെ ശബ്ദം എന്ത് ചെയ്ത്, ട്രംബിൾ ചെയ്യരുത്. ഹർ വോയിസ് മസ്റ്റ് നോട്ട് ട്രംബിൾ, വിറക്കരുത് എന്ന് വിചാരിച്ചിട്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് അവളുടെ സിസ്റ്ററിനോട് പറയണത്, "നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ മുറിയിലൊന്ന് വന്ന് പീക്ക് ചെയ്ത് നോക്കിക്കോളൂ, ഒളിഞ്ഞ് നോക്കിക്കോളൂ. എല്ലായ്പ്പോഴും അവിടെ ഒരു ലവ് ടോക്ക് മാത്രമല്ല, ആംഗ്രി ടോക്സും അവിടെ നടക്കാറുണ്ട്, വഴക്ക് പറച്ചിലും അവിടെ നടക്കാറുണ്ട്" എന്ന് പറയുകയാണ്. പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്ത്, ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ എന്നല്ലേ. അത് ഒരു ആലങ്കാരികമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു എക്സ്പ്രഷനായിട്ട്, ഒരു മെറ്റഫറിക്കലി യൂസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കാടുകളിലാണെങ്കിൽ ഒരുപാട് എന്തുണ്ടാവും, ജീവികളുണ്ടാവും. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യണം, അത്രയും വലിയ കാട് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, ഒരുപാട് ജീവജാലങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെയാണ് വലിയൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. 52 കൈകളുള്ള എന്ന് പറഞ്ഞിരുന്നു നേരത്തെ അല്ലേ. അപ്പോൾ 26 മെമ്പേഴ്സുള്ള വലിയൊരു ജോയിൻറ്റ് ഫാമിലിയാണ് എന്നുകൊണ്ടാണ് അവിടെ മെറ്റഫറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നോ വൈഫ് എന്ന് പറഞ്ഞാൽ മരുമകളെ എന്താണ് വിളിക്കുകയാണ്. "യു ഡോണ്ട് കവർ അപ്പ് എ ഫോർബിഡൻ ഫിഷ്." വിലക്കപ്പെട്ട മത്സ്യം ഒരു പയസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്പൈനാക്കുണ്ട്, ചീര കൊണ്ട് മറച്ചു വെക്കുന്ന പോലെ നീ എന്ത് ചെയ്യേണ്ട, കാര്യങ്ങളൊന്നും മറച്ചു വെക്കേണ്ട. ഞങ്ങൾ കഴുതപ്പുല്ലൊന്നുമല്ല തിന്നുന്നത് എന്ന് പറയില്ലേ. ഡോണ്ട് റേസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്, ഹാവൻ ബീൻ റേസ്ഡ് ഡോങ്കി ഗ്രാസ്. അവിടെ നമുക്ക് അങ്ങനെയും മെറ്റഫറിക്കലായിട്ട് പറയാം കേട്ടോ. ഞങ്ങൾക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, നിങ്ങൾ വെറുതെ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് 24 മണിക്കൂർ എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നത്. അപ്പോൾ നമിത ചിരിച്ചുകൊണ്ട് പറയണത്, മുഖം താഴ്ത്തിക്കൊണ്ട് പറയണത്, ഈ ഒരു നോട്ടി തിങ് നിങ്ങൾ വളരെ കുസൃതി നിറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കുസൃതി വർത്തമാനങ്ങൾ പറയാൻ വേണ്ടി നിങ്ങൾക്ക് വലിയ താല്പര്യമാണെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് കളിയാക്കാണ്. "You see, bro wife run up.
Have you chopped the vegetables yet? Or you are just telling stories and suddenly she stops and starts. What is that? What is unlucky thing now, wife? How do you burn your alcohol that way? Namita's too starts, but only for a moment. The next instant, she folds alcohol back quickly and says, laughing, "Oh, don't remind me. It's exactly what you keep warning me about. I didn't listen to see what happened. I used my alcohol to lift hot pot water off and stove. And that is did it. Namda pulls a basket of potatoes and towards herself sits down and peel potato. In her mind, she keeps thinking about how she might be able secretly to send her mother and fewer please. She can't really write her, "I can't do any more and don't hope anything from me." അപ്പോഴാണ് അവിടെ ബ്രോ വൈഫ് അപ്പോൾ വലിയ ചേട്ടൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, ഓടി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോഴും വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ, വെറുതെ ചുമ്മാ ഓരോ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴാണ് നമിതയുടെ സാരി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമിതയുടെ സാരിയുടെ പുറകെ എന്ത് ചെയ്യുന്നുണ്ട്, തല കത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണിത് കത്തിയത്, എങ്ങനെയാണിത് ബേൺ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമിത പറയുന്നുണ്ട്, എന്ത് നമ്മൾ സാധാരണ നമ്മളൊക്കെ കിച്ചണിൽ ചെയ്യുന്നൊരു കാര്യമാണ്, എന്ത് നമ്മൾ ജസ്റ്റ് ഒരു പിക്കറൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലിരിക്കുന്ന ഷോളിൻ്റെ തല പിടിച്ച് എന്ത് ചെയ്യും, ഒരു പോട്ടോ അല്ലെങ്കിൽ ഹോട്ട് പോട്ടോ എന്ത് പാത്രമാണ് അടുപ്പത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യും, അതെടുത്ത് മാറ്റും. അപ്പോൾ അതുപോലെ ഒരു കള്ളം പറയുകയാണെങ്കിൽ നമിത ഇവിടെ എന്ത് ചെയ്യണം, ഒരു ഹോട്ട് പോട്ട് എടുത്തപ്പോൾ അല്ലേ, ഒരു ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ എടുത്തപ്പോൾ സ്റ്റൗവിൽ നിന്ന് എടുത്തപ്പോൾ എന്ത് ചെയ്താണ്, സാരിയുടെ തല കത്തിപ്പോയതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമിത എന്ത് ചെയ്യണം, പൊട്ടറ്റോസ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴവൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എന്താണ് സീക്രട്ടായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ക്യാഷ് അയച്ചു കൊടുക്കാൻ പറ്റുക. ഒരിക്കലും എനിക്ക് എൻ്റെ അമ്മയുടെ കത്തിൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല, ഇങ്ങനെ ഐ കാൻ ഡു എനി മോർ ആൻഡ് ഡോണ്ട് ഹോപ്പ് എനിത്തിങ് ഫ്രം മീ, എനിക്ക് നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും അതുപോലെ തന്നെ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്നും അമ്മയോട് ഓപ്പണായിട്ട് അല്ലെങ്കിൽ അമ്മയോട് ഒരിക്കലും പറയാൻ കഴിയില്ല. And over there, the entire village knows Nomida is a queen. Nomida's husband is a high-minded, large-hearted. This is precisely why I compare women to matchboxes. Even when they have their materials within themselves to set off many raging fires, they never flare up and burn away the mask of men high-mindedness, their large-heartedness. They don't burn away their own colorful shells. They won't burn them, and the men knows this too. That is why they leave them scattered and carelessly in the kitchen, in the pantry, in the bedroom, here, there, anywhere. Quiet without fear, they put them in the pockets. ഇതൊക്കെ അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്, ഒരു എൻ്റയർ വില്ലേജ് മുഴുവൻ വിചാരിച്ചിരിക്കുന്നത് നമിത ഒരു രാജകുമാരിയെ പോലെയും അതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡ് വളരെ വിശാല മനസ്കനും അതുപോലെ തന്നെ നല്ല മൈൻഡുള്ള അല്ലെങ്കിൽ വളരെ നല്ല ഹൃദയമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വളരെ വിശാല മനസ്കനാണ്, വലിയ ഹൃദയമുള്ളവനാണ്, ഒരു രാജ്യത്ത് വളരെ നല്ലൊരു മനുഷ്യനാണെന്നാണ് എൻ്റെ വില്ലേജ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് മാറ്റാൻ ആരാഗ്രഹിക്കുന്നില്ല, നമിത ആഗ്രഹിക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആശപൂർണ ദേവി മാച്ച് ബോക്സുമായിട്ട് വുമൺസിനെ കമ്പയർ ചെയ്യുന്നത്. ശരിക്ക് ഒരു വീട് മുഴുവൻ കത്തിച്ച് കളയാനുള്ള ഒരു മെറ്റീരിയൽസ് അല്ലേ, അല്ലെങ്കിൽ എന്താണ്, അത് മുഴുവൻ കത്തിച്ച് കളയാനുള്ള ഒരു തീപ്പൊരി ഒരു സ്ത്രീയുടെ എല്ലാ സ്ത്രീയുടെ മനസ്സിലുണ്ട്. പക്ഷേ അവരുടെ വിശാല ഹൃദയത്തെ അല്ലെങ്കിൽ എന്തില്ല, ഈ ഒരു ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഏതൊരു മെന്നിൻ്റെയും ഒരു മാസ്ക് അല്ലേ, അവരുടെ ഹൈ മൈൻഡഡ് ആണ്, ലാർജ് ഹാർട്ടഡ് ആണെന്നുള്ള ആ ഒരു മുഖംമൂടി ഒരിക്കലും പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയും എന്ത് ചെയ്യില്ല, ആഗ്രഹിക്കില്ല. ദേ ഡോണ്ട് ബേൺ അവേ ദ കളർഫുൾ ഷെൽ, ആ ഒരു കളർഫുൾ ഷെല്ലിൽ നിന്ന് ഒരിക്കലും ആ ഒരു നല്ല നിറങ്ങളുള്ള ആ ഒരു പുറന്തോടിനെ ഒരിക്കലും കത്തിക്കാൻ ഒരു സ്ത്രീയും തയ്യാറാവില്ല. ആൻഡ് ദേ വോണ്ട് ബേൺ ദ മെൻ നോ ദിസ് ടു, അവരൊരിക്കലും ആ ഒരു മൂടുപടം കത്തിച്ച് കളയില്ല എന്നുള്ളത് സ്ത്രീയെക്കാളും പുരുഷന്മാർക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, വളരെ കെയർലെസ് ആയിട്ട് സ്കാറ്റർ ചെയ്തിട്ട് ഈ ഒരു മാച്ച് ബോക്സ് പാൻട്രിയിലും ബെഡ്റൂമിലും അവിടെയും ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പേടിയില്ലാതെ ഇട്ടുന്നത്. അതുപോലെ തന്നെ ക്വയറ്റ് വിതൗട്ട് ഫിയർ ദേ പുട്ട് ഇൻ ദം ഇൻ ദെയർ പോക്കറ്റ്, ഒരു പേടിയില്ലാതെ അവരവരുടെ പോക്കറ്റിലും മാച്ച് ബോക്സ് വയ്ക്കുന്നത് അതുകൊണ്ടാണ്. ഇതൊരു ബംഗാളി സ്റ്റോറിയാണ്. പ്രസേൻജിത്ത് ഗുപ്തയാണ് ഈ ഒരു സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും അല്ലേ, ഇതൊന്നും പുറത്ത് പറയാതെ ആരും അറിയിക്കാതെ, ഇത്രയും ഒരു ജോയിൻറ്റ് ഫാമിലി ഒരാൾ പോലും അറിയിക്കാതെ, അജിത്തിൻ്റെ അത്രയും ഒരു നല്ല ഒരു ക്യാരക്ടറല്ല അല്ലേ അദ്ദേഹത്തിന്, ഇടയ്ക്ക് കളിയാക്കുന്നതൊക്കെ എന്താണ്,
വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ആ ഒരു ക്യാരക്ടർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നില്ല നൊമിത. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു ഹൈ മൈൻഡഡും ലാർജ് ഹാർട്ടഡായിട്ടും കാണാൻ പറ്റുന്ന നമുക്ക് നൊമിതയെ തന്നെയാണ്. അപ്പോൾ ഏതൊരു സ്ത്രീയും എങ്ങനെ തന്നെയാണ്, മാച്ച് ബോക്സ് പോലെയാണ്. അവരുടെ ഉള്ളിൽ എന്തുണ്ട്, ഒരു വീട് മുഴുവൻ കത്തിച്ചാമ്പലാക്കാനുള്ള ഒരു തീപ്പൊരിയുണ്ട്. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരത് യൂസ് ചെയ്യില്ല എന്നുള്ളൊരു മെസ്സേജ് തന്നുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ ഇതിൽ വരുന്ന ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.